എന്താണ് കേരളത്തിന്റെ പൊതുഅന്തരീക്ഷത്തിൽ? ഇന്ന മുന്നിൽ ഏത് മുന്നിലും മാറി മാറി വരുന്നല്ലാണെന്നുള്ള അഭിപ്രായം പല ഭാഗത്തും പല വൈദികരുടെ ഭാഗത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഭരണമാറ്റത്തേക്കൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വിവാദങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാനായിട്ട് ഒരെണ്ണം കൂടെ തരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധതയുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അവരൊക്കെ പത്രം വായിക്കുന്നവരാണ്, മീഡിയയെ ഒബ്സർവ് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അവരൊരു നല്ല തീരുമാനമൊക്കെ എടുക്കട്ടെ. നമുക്ക് അത്രയും രാഷ്ട്രീയമായ കാര്യങ്ങൾ അഭിപ്രായം പറയാനും മാത്രമുള്ള ഒരു പ്രാപ്തി എനിക്കില്ല കേട്ടോ. ഞാനത് പറഞ്ഞാൽ ആസ്ഥാനത്താവും. കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞങ്ങളുടെയൊക്കെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളിൽ ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ തടസ്സപ്പെട്ട് കിടന്ന നിയമനങ്ങൾ പാസ്സാകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വിചാരിക്കുക. ഞങ്ങൾ തുടക്കം മുതലേ അതാണല്ലോ പറയുന്നത്. സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് സമാനമായ എല്ലാ കേസുകളിലും അത് ബാധകമാണ്. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെയും നിലപാട്, ഇന്നത്തെയും നിലപാട്. ഏതായാലും അതിനനുസരിച്ചാണ് ഏറ്റവും അവസാനം ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കിയത്. അതോടുകൂടി കുറേ പ്രശ്നങ്ങൾ മാറിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ കണ്ടത് മാത്രമേ ഉള്ളൂ. അത് ഒരുപക്ഷെ അടുത്ത ഗവൺമെൻറ് ആയിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഗവൺമെൻറ് പറയുന്നത് അവർ നടപ്പിലാക്കുമെന്നാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ലേ അതിനെക്കുറിച്ചൊരു ഗൗരവമായ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പോ മറ്റുമാണ് അത് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഗൗരവമായ ഒരു നടപടി ഇതുവരെയും ഉണ്ടായെന്ന് എനിക്ക് സംശയമുണ്ട്. സഭകൾക്ക് നമ്മൾ കൂടുതലും പൊതുവായ കാര്യങ്ങളിലാണ് അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്നുള്ളതിനേക്കാളും ഒരു സമത്വത്തിൻ്റെ രീതിയിൽ പോകണം. ഇപ്പം ഞങ്ങൾ കൂടുതലും അതിനകത്ത് ഉന്നയിച്ചത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ദളിത് ക്രൈസ്തവരുടെ സംവരണ വിഷയം ഞങ്ങൾ ഉന്നയിച്ചു. അതിലെല്ലാം അനുഭാവപൂർണമായ ശുപാർശകളാണ് JB കോശി കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്, അവർ നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ശുപാർശ മാത്രമാണ്. ഇതിന് ഗവൺമെൻറ് ഓർഡറായിട്ട് വന്നാൽ മാത്രമേ. അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, റിപ്പോർട്ടിൽ ശുപാർശകളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഓരോന്നും എടുത്ത് പരിഹരിക്കാനായിട്ട് തീരുമാനം ഉണ്ടാവണം. ഇപ്പോൾ ഈ വന്യജീവി പ്രശ്നത്തിൽ അതിന് പരിഹരിക്കാനായിട്ട് പുതിയ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ അധികാരികൾക്ക് അതിന് അനുവാദം കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ജനവാസ മേഖലകളിലേക്ക് വരുന്ന വന്യജീവികളെ വെടിവെക്കാനുള്ള അവകാശം പോലും കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് അധികാരികൾക്കൊക്കെ. പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് വന്യജീവി ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നാണ് ഗവൺമെൻറ് പറയുക. അതുകൊണ്ട് കാര്യം എന്താണ്? നമ്മളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം അവർ എന്നും പരിഗണിച്ചിട്ടുണ്ട്. അതേസമയം പരിഗണിക്കാത്ത വിഷയങ്ങളുമുണ്ട്. അത് എനിക്ക് അത്ര അങ്ങോട്ട് വ്യക്തമായിട്ടില്ല ഇതുവരെ ഏതൊക്കെയാണ് നടപ്പിലാക്കിയതെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചില സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതെല്ലാം ഇതിൻ്റെ ശുപാർശകളായിട്ട് വന്ന് അത് നടപ്പിലാക്കിയെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം ഇത് പ്രസിദ്ധീകരിച്ചിട്ട് അധികം നാളായില്ലല്ലോ. മന്ത്രിസഭ അംഗീകരിച്ചിട്ടും പ്രസിദ്ധീകരിച്ചിട്ടും ഏതാനും ആഴ്ചകളല്ലേ ആയുള്ളൂ. അത് അവർക്ക് കൊടുത്ത ഒരു ഉപദേശമാണ്. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് മുന്നണികളിലാണല്ലോ രണ്ടുപേരും. അതുകൊണ്ട്
ഇനിയിപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. നമുക്ക് അവസാനിപ്പിച്ചാലോ? താങ്ക് യു. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. FCRA വിഷയം വളരെ ഗൗരവമാണ് കേട്ടോ. നിങ്ങളിത് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഏതാനും ചില NGOകളുടെ പ്രശ്നമായിട്ടോ കരുതരുത്. ഇത് നമ്മുടെ പാവപ്പെട്ട ഒത്തിരി മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ രൂപത മാത്രം 109 കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട്. അത് കൂടുതലും നമ്മുടെ സിസ്റ്റേഴ്സാണ് നടത്തുന്നത്, വൈദികർ നടത്തുന്നുണ്ട്. ഈ കാരുണ്യ ഭവനങ്ങൾ നിങ്ങളൊന്ന് പോകുന്നത് നല്ലതാണ്. അവിടെയൊന്നും ആരും പോകാറില്ല. നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ സഹോദരങ്ങളും നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ. അവിടെ നാനാ ജാതി മതസ്ഥരുണ്ട്. ജാതി മതമൊന്നുമില്ല അതിന്. അവിടെയൊക്കെ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. അതിൽ വിദേശ സംഭാവനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗികമായി വിദേശ സംഭാവന കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം പോലും അവർക്ക് ഈ അതോറിറ്റിക്ക് ഏറ്റെടുക്കാമെന്നുള്ളതാണ്. അതൊക്കെ എന്ത് തരത്തിലുള്ള കിരാതമായ ഒരു നിയമമാണ്. ലൈസൻസ് കൊടുക്കുന്നത്, ലൈസൻസിന് നമ്മൾ അപേക്ഷ വെക്കേണ്ടത് ഗവൺമെൻറ്റിന്, ലൈസൻസ് തരുന്നത് ഗവൺമെൻറ്, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്, ലൈസൻസ് പിൻവലിക്കുന്നത് ഗവൺമെൻറ്, എന്നിട്ട് പിൻവലിച്ചെന്നും പറഞ്ഞുകൊണ്ട് വസ്തുക്കൾ ഏറ്റെടുക്കുന്നതും ഗവൺമെൻറ്. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇല്ല, നിലവിൽ അങ്ങനെയൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള ഒരു സംഭാഷണം തീർച്ചയായിട്ടും ഉണ്ടാവും.